കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഏറെ പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ കായികക്ഷമത വർദ്ധിപ്പിച്ച് അതിലൂടെ നല്ല പൗരന്മാരായി അവരെ വളർത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ്. ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതിയിലെ ഹൂപ്പ് റിലേ, ഡോഡ്ജ് ബോൾ എന്നീ വ്യായാമ കളികളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ വീഡിയോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നമ്മൾ ഇന്ന് ഏത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അറിയാമോ? ഹൂപ്സ് റിലേ അല്ലേ ടീച്ചർ? അതെ, ഹൂപ്സ് റിലേ. ഹൂപ്സ് റിലേ കളിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയാമോ? ഓക്കെ, പറഞ്ഞു തരാം. ഹൂപ്സ് റിലേക്ക് വേണ്ടത് 3 വളയങ്ങളും 3 കോണുകളുമാണ്. ഇതിനായിട്ട് നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് തിരിയാം. ഓക്കെ, ഗ്രൂപ്പ് അറ്റൻഷൻ, സ്റ്റാൻഡ് ഇറ്റ് ഈസ് അറ്റൻഷൻ. ഫ്രം ദ ലെഫ്റ്റ് 3 കൗണ്ട്. 1 2 3 1 2 3 1 2 1 2 3. Okay, number 1 എല്ലാവരും 1 step forward. Very good. Number 2 1 step backward. Okay. അപ്പോൾ നമ്മൾ കളിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഉറക്കെ പറയ്. വാമപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കളിക്കാൻ വേണ്ടി ഒരുക്കുന്നതാണ് വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാമപ്പ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഹൂപ്സ് റിലേ കളിക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ വാമപ്പ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സ്പോട്ടിൽ നിന്നിട്ട് റണ്ണിങ് ചെയ്യണം. ഓക്കെ, സ്പോട്ട് റൺ സ്റ്റാർട്ട്. പതുക്കനെ പതുക്കനെ, അവസാനം സ്പീഡ് കൂട്ടാം. പതുക്കനെ പതുക്കനെ ചെയ്യും. ഓക്കെ, സ്പീഡ്. ഓക്കെ, സ്ലോ. ഓക്കെ, അടുത്തതായിട്ട് ജമ്പ് ചെയ്യാം കേട്ടോ. പതുക്കെ ജമ്പ് ചെയ്യാം. പതുക്കെ ജമ്പ് ചെയ്തേ. പതുക്കനെ. ഓക്കെ, പതുക്കെ കാല് പൊന്തിച്ച് ചെയ്തേ. നീ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. ഇനി സ്ലോ ആയിട്ട് ചെയ്യ്. നിർത്തല്ലേ. കുറച്ച് ഫാസ്റ്റ് ആക്കിയേ. പൊന്തിച്ചാടിയേ. ഓക്കെ, റെഡി. സ്റ്റോപ്പ്. വാമായി എല്ലാവരും. ഓക്കെ, ഇനി വാമായി കഴിഞ്ഞ് എന്ത് ചെയ്യണം? കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം അല്ലേ? കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ആദ്യം. ഓക്കെ, എല്ലാവരും ചെയ്യും. കൈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത്. ഓക്കെ, അടുത്ത കൈ. കാല് സ്ട്രെച്ച് ചെയ്യും. നിങ്ങളുടെ റൈറ്റിലേക്ക് വെച്ചോ. റൈറ്റ് തന്നെ വെച്ചോ, തെറ്റിക്കണ്ട. റൈറ്റ് വെച്ചോ. ഇനി അങ്ങനെ തന്നെ ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, ഫോർവേഡ്. ഓക്കെ, എല്ലാവരും സ്ട്രെച്ചൊക്കെ ചെയ്തില്ലേ? അപ്പം നമ്മൾ കളിക്കാനേക്ക് മുമ്പ് നമ്മുടെ ശരീരത്തിന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമിംഗ് അപ്പ് എക്സസൈസുകൾ ചെയ്യണത് കേട്ടോ. ഓക്കെ, നമുക്കിനി കളിക്കാനുള്ള സാധനങ്ങൾ എടുക്കണ്ടേ? നമുക്ക് ഇതിന് വേണ്ടത് 3 വളയങ്ങളും കോണുമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 പേര് പോയിട്ട് എടുത്തിട്ട് വായോ. ലാസ്റ്റ് നിൽക്കണ ആള് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നു. ഓക്കെ, റെഡി? ലെഫ്റ്റിൽ കൂടെ പോയേ. കുഴപ്പമില്ല, കണ്ടിന്യൂ. സ്വാതിക അറിയിക്കോ. ഓക്കെ, വെരി ഗുഡ്. അവനവിടെ ഇറക്കാം. ഓക്കെ, ഇസ്ര പോ. ഓക്കെ, റെഡി? അവിടെ ഓക്കെ, വെരി ഗുഡ്.
വേഗം വാ, വേഗം വാ. അത് ഉയ്യോ. എൻ്റെ അമ്മേ. ഓടിക്കോ, ഓടറാ. ഓക്കെ വെരി ഗുഡ്, നല്ല വാശിയായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ കൈയടിക്ക് കൈയടിക്ക്. അത്ര അടിച്ചല്ലേ. ഓക്കെ അപ്പൊ ഇന്ന് കളിച്ച കളിയുടെ പേരെന്തുട്ടാ? ഹൂപ്സ് റിലേ. അപ്പൊ ഹൂപ്സ് റിലേ എല്ലാവരും നന്നായിട്ട് കളിച്ചു, എല്ലാവരും നന്നായി കളിച്ചു. പക്ഷെ നമുക്ക് ഈ കളിയിൽ നിന്ന് ഒരു വിന്നറെ തിരഞ്ഞെടുക്കണം അല്ലേ? എന്നിട്ട് അവരെ അഭിനന്ദിക്കണം. നമുക്ക് ഈ കളിക്ക് വേണ്ട ഏറ്റവും നല്ല കഴിവ് എന്ന് പറയുന്നത് ഒന്ന് കോർഡിനേഷനും, രണ്ടാമത്തത് ടീം വർക്ക്. ടീം വർക്കും കോർഡിനേഷനും ഉള്ള ഇവരാണ് നമ്മൾ ഈ കളിയിൽ ജയിക്കുക. ഓക്കെ, അപ്പോൾ ഏത് ഗ്രൂപ്പാണ് ഇന്നത്തെ കളിയിൽ ജയിച്ചത്? ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ അഭിനന്ദിക്കാം. ഓക്കെ, ഗ്രൂപ്പ് അറ്റൻഷൻ, സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ. ഓക്കെ, ജയിച്ച ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആളുകളെ 1 സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം അല്ലേ? ക്ലാപ്പ് ചെയ്തിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്താൽ പോരെ? ക്ലാപ്സ് ഗോ. ഓക്കെ, ഇനി നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങിന്നോ, നിങ്ങളുടെ വരിയിൽ പോയി ജോയിൻ ചെയ്യും. സ്വാത്തിക പോയി ജോയിൻ ചെയ്യും, അനങ്ങാണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ കളിയൊക്കെ അവസാനിച്ചു അല്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പുകാർ ജയിച്ചു, ബാക്കി 2 ഗ്രൂപ്പുകാരും നന്നായിട്ട് തന്നെ കളിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് കൂളിംഗ് ഡൗൺ ചെയ്യണം അല്ലേ? കൂളിംഗ് ഡൗൺ. അപ്പോൾ കൂളിംഗ് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ വാമപ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പുകാർ 1 സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പുകാർ 1 സ്റ്റെപ്പ് ബാക്ക്വേഡ്. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യണം അല്ലേ? അപ്പോൾ എല്ലാവരും കൈയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നല്ലോണം. ഓക്കെ, നന്നായി ഷെയ്ക്ക് ചെയ്യും. നമ്മൾ കാല് വെച്ചല്ലേ കളിച്ചത്, അപ്പോൾ കാലിന് നല്ല വലിച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കാല് സ്ട്രെച്ച് ചെയ്യും, ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ച്. എന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, ബാക്ക്. തിരിഞ്ഞിട്ട് ബാക്കിലേക്ക് ചെയ്യും. ബാക്കിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ്. ഓക്കെ, നേരെ വന്നു. ശരി. ഇനി കാലൊന്ന് മോളിക്ക്, റൈറ്റ് ലെഗ് പൊന്തിക്കുക കേട്ടോ. ഏതാ റൈറ്റ് ലെഗ് പൊന്തിച്ചേ. ഓക്കെ, സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ലെഫ്റ്റ് ലെഗ് പൊന്തിക്ക്, സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി തന്നെ റൈറ്റ് ലെഗ് ബാക്കിലേക്ക് ചെയ്തേ. വെരി ഗുഡ്. ക്യാമ്പിൽ ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ്. ശരി, വെരി ഗുഡ്. ഓക്കെ, ഇനി കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. ഓക്കെ, എല്ലാവരും ഒരേ സൈഡിലേക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ചെയ്യും. നിങ്ങളുടെ വലത്തേ കൈ ചെയ്തേ. വലത്തേ കൈ ഇങ്ങട്. എല്ലാവരും സ്ട്രെച്ച് ചെയ്തില്ലേ? ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യും. 2 കൈ മാറി ചെയ്യും. ഓക്കെ, റെഡി. സ്ട്രെച്ച് ചെയ്തില്ലേ? തല ഒന്ന് സ്ട്രെച്ച് ചെയ്തോ. ബാക്കിൽ സൈഡിൽ. ഓക്കെ, സ്ട്രെച്ച് ചെയ്തില്ലേ? കൈയൊക്കെ ഒന്ന് കൂടി ഷേക്ക് ചെയ്തേ. കാലൊക്കെ ഇങ്ങനെ മാറി ഷേക്ക് ചെയ്തേ. ഓക്കെ, ഫ്രീ ആയില്ലേ? ഇനി ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഫോർവേഡ് ജോയിൻ ചെയ്തോ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോ. സ്വാത്തിക അവിടെ ജോയിൻ ചെയ്തു. ഇനി അടുത്ത കഴിയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കളിക്കാം. ഇപ്പോൾ ബ്രേക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് അറ്റൻഷൻ, സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ, ക്ലാസ് ബ്രേക്ക് ഓഫ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഓക്കെ, നമ്മള് രാവിലെ ഒരു പുതിയ ഗെയിം പരിചയപ്പെട്ടായിരുന്നു അല്ലേ? എന്താണ് അതിന്റെ പേര്? ഹൂപ്സ് റിലേ. ഇനി ഒരു പുതിയ ഗെയിമും കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡോഡ്ജ് ബോൾ കളിക്കാൻ പോവാണ് അല്ലേ? അപ്പൊ കളികൾക്ക് മുമ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യണ്ടേ? എല്ലാവരും റെഡി അല്ലേ കളിക്കാനായിട്ട്? ഓക്കെ, അപ്പൊ നമ്മള് 2 ഗ്രൂപ്പായിട്ട് വാമപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, all of you attention.
Stand at ease. Attention. Number 2s, 1 step forward. Number 2s. കയ്യകലം മതി കയ്യകലം. ഓക്കെ, ബാക്കിലുള്ളവര് അപ്പൊ നമുക്ക് വാമപ്പ് ചെയ്യാം അല്ലേ? വാമപ്പ് എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് കളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് ബോഡി ചൂടാവണം വേണ്ടേ? ചൂടായാലാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യണത്. ഇതിന് വേണ്ടിയിട്ട് വാമപ്പ് ചെയ്യണേ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി, ചൂടാവാനും ചൂടായിട്ട് ഫ്ലെക്സിബിൾ ആവാനും അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നിന്നോടത്ത് നിന്ന് ജോഗിങ് ചെയ്താലോ? ഓക്കെ, നേരത്തെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? അതുപോലെ തന്നെ നമുക്ക് ജോഗ് ചെയ്യാം. പതുക്കെ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്ലോലി ജോഗ് ചെയ്യാം, സ്ലോലി ചെയ്തേ. ഓക്കെ, ഇനി ഒരു ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്ത്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. സ്ഥലം മാറിപ്പോരുത്, അവിടെ തന്നെ ഒന്നും ചെയ്യണം. സ്റ്റാൻഡിങ്. ഓക്കെ, സ്ലോ. നിർത്തരുത്, പെട്ടെന്ന് നിർത്തരുത്. സ്ലോ. ഓക്കെ, സ്റ്റോപ്പ്. ഇനി കൈ താഴ്ത്തിട്ട് ഇനി പതുക്കെ ജമ്പ് ചെയ്തേ. പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, കുറച്ചും കൂടി പൊന്തി ചെയ്തേ. മുട്ട് വളയ്ക്കാണ്ട് ചെയ്യും. കുറച്ചും കൂടി പൊന്തി ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ച് സ്ലോവില് ചെയ്യും. ഒറ്റയടിക്ക് നിർത്തരുത് കേട്ടോ. ഓക്കെ, ശരി. സ്റ്റോപ്പ്. ഇനി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിങ്ങളെ പല്ലാണ്ട് അടുത്ത് പോയില്ല, അകന്ന് ബാക്കിലുള്ളവര് അകന്ന്. ഇനി തല ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. മുകളിലോട്ട് മാത്രം പറയണത് ചെയ്യാം കേട്ടോ. മുകളിലോട്ട്, താഴത്തോട്ട്. ഓക്കെ, നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട്. റൈറ്റ് ഏതാ? റൈറ്റ് സൈഡ്. ലെഫ്റ്റിലോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ റൈറ്റ് കൈ ചെയ്. റൈറ്റ് കൈ ഏതാ? റൈറ്റ് കൈ അത് സ്ട്രെച്ച്. ഇപ്പുറത്തേക്ക് സ്ട്രെച്ച്. ഇങ്ങനെയാണ് സ്ട്രെച്ച്. ഓക്കെ, ചെയ്താ? ഓക്കെ, ലെഫ്റ്റ് ചെയ്തേ. ഓപ്പോസിറ്റ് ചെയ്യും. ഈ കൈ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഡൗൺ. ഇനി റൈറ്റ് കൈ മുകളിലോട്ട് സ്ട്രെച്ച്. റൈറ്റ് കൈ അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ലെഫ്റ്റ്. ഓക്കെ, റിലാക്സ്. ഇനി ഹിപ്പിൽ പിടിച്ചേ. എല്ലാവരും ഹിപ്പിൽ പിടിച്ചേ. താഴത്തോട്ട് സ്ട്രെച്ച്. മുട്ട് വളയരുത് കേട്ടോ. താഴത്തോട്ട് നോക്കാം. ഓക്കെ, അപ്പ് ബാക്ക്വേർഡ്. പറ്റാവുന്നത്ര മതി. ഓക്കെ, അപ്പ്. നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട് കൈ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച്. ഓക്കെ, പുറത്തേക്ക് പിടിച്ച്. ശരി, ഓക്കെ, റെഡി ആയില്ലേ? ഇനി കാല് ബാക്കിലേക്ക് ചെയ്ത് റൈറ്റ് ആണ് ചെയ്ത്. എല്ലാം റൈറ്റ് ചെയ്ത്. ഓക്കെ, ഡൗൺ. ലെഫ്റ്റ് ചെയ്ത്. ഓക്കെ, മുകളിലോട്ട് ചെയ്തേ. അടുത്ത കാല് ചെയ്യും. ഓക്കെ, റെഡി ആയില്ലേ? ഇനി പഴയ പൊസിഷനിലേക്ക് പോയി നിന്നോ. അപ്പൊ ഇനി നമ്മള് പുതിയ ഒരു ഗെയിം പഠിക്കാൻ പോവാണ്. അതിന്റെ പേരാണ് ഡോഡ്ജ് ബോൾ. എന്നിട്ടാ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗെയിം കളിക്കണമെങ്കിൽ ഒരു ബോളും ഒരു റൗണ്ടും മാർക്ക് ചെയ്യണം. അപ്പോൾ ആരാ രണ്ടുപേര് ഗ്രൗണ്ട് മാർക്ക് ചെയ്യാം? ഇസ്രയും ശിവാനി വന്നത് ചെയ്യും. ബാക്കിയുള്ളവരവിടെ നിൽക്കുക കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കളിക്കാൻ പോകുന്നത്? ഡോഡ്ജ് ബോൾ. അപ്പോൾ നമ്മൾ ടീച്ചർ ഇപ്പോൾ നിങ്ങളെ 2 ഗ്രൂപ്പുകളാക്കും. അതിലെ ഒരു ഗ്രൂപ്പ് വൃത്തത്തിന് പുറത്തും ഒരു ഗ്രൂപ്പ് വൃത്തത്തിന് അകത്തും നിൽക്കും. വൃത്തത്തിന് പുറത്ത് നിൽക്കുന്ന കുട്ടികൾ ഗ്രൂപ്പ് നമ്പർ 1, അകത്തെ ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 1ലെ കുട്ടികൾ ഉള്ളിലുള്ള കുട്ടികളുടെ മുട്ടിന് താഴത്തോട്ട് എറിയണം. ബോൾ വെച്ച് എറിയണം. മനസ്സിലായോ? മുട്ടിന് താഴെ കൊണ്ടാൽ ഉള്ളിൽ നിൽക്കുന്ന കുട്ടികൾ ഔട്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇരു ടീമുകൾക്കും 5 മിനിറ്റ് വീതം തരും. ഈ 5 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീം വിജയികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. കളി മനസ്സിലായില്ലേ?
മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി കളിയിലോട്ട് പോവാം. ഓക്കെ അല്ലേ എല്ലാവരും? അങ്ങനെ ഇരു ടീമുകൾക്കും 5 മിനിറ്റ് വീതം നൽകും. ഏത് ടീമിനാണോ കൂടുതൽ പോയിന്റ് കിട്ടുന്നത് ആ ടീമായിരിക്കും ഈ കളിയിൽ വിജയിക്കുക. കളി മനസ്സിലായ? ഓക്കെ, അപ്പോൾ കളി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ടീച്ചർ നിങ്ങളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോവാണ്. റെഡി അല്ലേ? റെഡിയാണ്? പറയണം. യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിൽക്കുക, നേരെ നിന്ന്. ഓക്കെ, ഗ്രൂപ്പ് അറ്റൻഷൻ, സ്റ്റാൻഡ് ഇറ്റ് ഈസ്. Attention. Group, attention. From the left, 2's count. 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 1 ഉം 2 ആരെ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? ആ, എന്നാ നമ്പർ 1 സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ നമ്പർ 1 ആണ് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലേ? ആ, ഇനി നിങ്ങളേതാ? 2. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നമ്പർ 1 എല്ലാവരും റൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് വന്ന് നിൽക്ക്, റൗണ്ടിന് ചുറ്റും നിൽക്ക്. ഓക്കെ, റെഡിയായോ? നമ്പർ 2 ഉള്ളിലേക്ക് വാ. ആ, ബോൾ എടുത്ത് അവർക്ക് കൊടുത്തോ. ഒന്നാമത്തെ ഗ്രൂപ്പ് റെഡി അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പ് റെഡി അല്ലേ ഉള്ളിലുള്ളവരെ? ഓക്കെ, നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ആ, ഓക്കെ. ആ, വിസിൽ ചെയ്യുമ്പോൾ കേട്ടോ, സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, റെഡി? അയ്യോ, ഔട്ട്. ഇതാൾ ഔട്ട്. ഓക്കെ, മാറി അങ്ങോട്ട് നീങ്ങി. ഓക്കെ, ആ കളിക്ക്. പാസ് കൊടുത്ത് വേഗം ചെയ്യ്. ആ, നിങ്ങൾ പെട്ടെന്ന് പന്ത് കളക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോ. ഓക്കെ, റെഡി? ആ, ഒരാളൗട്ട്. ശിവാനി ഔട്ട്. അല്ല പതുക്കെ മതി. ആ, ചെയ്. ഉരുണ്ടല്ലേ? ആ, എന്നിട്ട് ഉരുണ്ടുപോയില്ലേ? അതന്നെ, വെരി ഗുഡ്. അങ്ങനെ ചെയ്യാനാ പറയണേ. പിടിക്കുക തന്നെ. ഓക്കെ, റെഡി? ശിവാനി ഔട്ട്. നമ്മുടെ കളി ഇവിടെ പകുതി കഴിഞ്ഞു അല്ലേ? ആ, ഇനി ഒന്നാമത്തെ ഗ്രൂപ്പ് സെന്ററിലോട്ട് പോയോ. രണ്ടാമത്തെ ഗ്രൂപ്പുകാര് പുറത്ത്, നേരത്തെ റൗണ്ടിന്റെ പുറത്ത് നിന്നാ. ആ, ഓക്കെ, എല്ലാവരും ആയാ? ഒന്നാമത്തെ ഗ്രൂപ്പുകാർ വന്നില്ലേ? 6 പേര്. ഓക്കെ, നമുക്കിനി അടുത്ത് കളി ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കും 5 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 മിനിറ്റില് അവർക്ക് കിട്ടിയത് 4 പോയിന്റ് ആണ്. നിങ്ങൾ അതിൽ കൂടുതൽ പോയിന്റ് എടുത്താൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ജയിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്യാം. നീ നിന്റെ പൊസിഷനിൽ വെച്ച് അവിടെ ആളില്ലേ? ശിവാനി കളിക്കാനുള്ള ആളാണോ? എന്നാ കളിക്ക്.
എന്താ ചെയ്യാനിത്? പന്ത് വരുമ്പോ മാറി കൊടുക്കല്ലേ. ആ വെരി ഗുഡ്, ഫാസ്റ്റ് ആയിട്ട്. ആ വെരി ഗുഡ്, നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ 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 സമയങ്ങളല്ലേ റീ 1 മിനിറ്റ് ആലോചിച്ച് കളയല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ ആയിട്ട് കേട്ടോ. ആ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് കളിച്ചു അല്ലേ. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ 2 ടീമുകൾ തമ്മിൽ അല്ലേ. അപ്പൊ എന്തായാലും ഒരു കളിയാവുമ്പോൾ നമുക്കൊരു വിജയിനെ വേണം, അവരെ നമ്മൾ അഭിനന്ദിക്കണം വേണ്ടേ. ആ പിന്നെ കളിയിലെ നമ്മൾ വിജയിച്ചത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കളിയിൽ പല കാഴ്ചകളും കണ്ടു അല്ലേ. കുട്ടികൾ നല്ല രീതിയിൽ കളിച്ചു, ഒരു കുട്ടി വീണു, അപ്പൊ നമ്മൾ എഴുന്നേൽപ്പിച്ചു. അപ്പൊ അതിനൊക്കെ എന്താ പറയാ, സഹകരണ മനോഭാവം അല്ലെ, നമ്മുടെ കളികളിൽ നിന്ന് വളർത്തിയെടുക്കേണ്ടതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയും സഹകരണ മനോഭാവം ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. ടീച്ചർക്ക് നല്ല ഇഷ്ടമായി, എല്ലാവരും നല്ല രസമായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വിൻ ചെയ്ത ടീമിനെ അഭിനന്ദിക്കാം. നമ്മളെ എല്ലാവരും അഭിനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിൻ ചെയ്ത ടീമിനെ അഭിനന്ദിക്കണ്ടേ? അഭിനന്ദിക്കണം. അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്, അറ്റൻഷൻ. ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വരൂ. ഓക്കെ, ഇനി അങ്ങോട്ട് തിരിഞ്ഞേ. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പുകാരെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവരെ അഭിനന്ദിക്കാം. നമുക്ക് അഭിനന്ദിച്ചൂടെ? ഓക്കെ, റെഡി, ക്ലാപ്സ്, ഗോ. എന്താ ചെയ്യണ്ടേ? അപ്പൊ അതിന് നമ്മളിപ്പോ 2 ഗ്രൂപ്പായിട്ടല്ലേ നിന്നെല്ലാം ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്പർ 1 ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്പർ 1 സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, റെഡി ആയില്ലേ? ഒന്ന് കൈ അകന്ന് നിന്നോ. ഓക്കെ ഓക്കെ, റെഡി, മതി 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 മതി. ഓക്കെ, ഫൈൻ ഫൈൻ, മതി. നമുക്ക് എക്സസൈസുകൾ ചെയ്യാം. നമ്മൾ സാധാരണ കൂളിംഗ് ഡൗൺ എക്സസൈസുകൾ ചെയ്യാറില്ലേ? ആദ്യം എന്താ ചെയ്യണ്ടേ? കൈയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തേ, കൈയൊക്കെ ഷെയ്ക്ക് ചെയ്. എല്ലാരും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തേ. ഓക്കെ, ഇനി കാലൊന്ന് ഷെയ്ക്ക് ചെയ്തേ, നീട്ടിട്ടാ. ഓക്കെ, അടുത്ത കാല് ഷെയ്ക്ക് ചെയ്തില്ലേ? ഓക്കെ, ഇനി കൈ സ്ട്രെച്ച് ചെയ്. അടുത്ത കൈ സ്ട്രെച്ച് ചെയ്. സ്പീഡിൽ പോണ്ട കേട്ടോ, പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ വലത് കാല് മുന്നിലേക്ക് വെക്ക്, വലത് കാല് മുന്നിലേക്ക് വെക്ക്. കുറച്ച് വെച്ചാൽ മതി, ഒരുപാട് വെക്കണ്ട. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്, കുറച്ച് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്. കാല് നീട്ടിരുന്നാ. ഓക്കെ, പതുക്കെ കാലുമേക്ക് പതുക്കെ പിടിച്ചേ, ടോയില് ടച്ച് ചെയ്. പറ്റുന്നവര് ഓക്കെ, റിലാക്സ് റിലാക്സ് റിലാക്സ്. കാല് മടക്കി വെച്ചേ, നേരെ ഇരുന്നിട്ട് കാല് മടക്കി വെച്ചേ. എന്നിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തേ. ഓക്കെ, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യ്, മസിലൊക്കെ ആടല്ലേ. ഓക്കെ, ഇനി കാലൊന്ന് അകത്തി വെച്ചേ, അകത്തി വെക്ക, അകത്തി വെക്ക. പറയണത് ശ്രദ്ധിക്കുക, കാലകത്തി വെക്കുക. 2 കൈ കൊണ്ട് കാലും ഒന്ന് പിടിച്ച് പുറം സ്ട്രെച്ച് ആവണില്ലേ? ഓക്കെ, ഇനി നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട് നിങ്ങളുടെ ലെഫ്റ്റ് കൈ കൊണ്ട് റൈറ്റ് കാലുമിക്ക് ഒന്ന് പിടിച്ചു വെക്കേ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കാം കേട്ടോ, അതേ പൊസിഷനിൽ നിൽക്കാം. 1 2 3 4 5. ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് കേട്ടോ. 1 2 3 4 5. ഓക്കെ, റിലാക്സ് റിലാക്സ്. കാല് മടക്കി വെച്ചോ. അതിൻ്റെ ഒന്നും കൂടി കാല് ഷെയ്ക്ക്. ഓക്കെ, അതന്നെ ചെയ്യ്, അതന്നെ ചെയ്യ്.
കാല് നീട്ടി വെച്ചിരിക്കും. ആ ഓക്കെ. നിങ്ങളുടെ വിരലുമേക്ക് പിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ആ അവിടെ പറ്റുന്നത് അത്രയും, എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. ആ 1 2 3 4 5. ഓക്കെ, റിലാക്സ്. ആ അഗൈൻ വൺസ് മോർ. അഗൈൻ അതന്നെ. 1 2 3 4. ഓക്കെ. ഈ കാല് അകത്തി വെക്കി കുറച്ച്. ആ നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാലുമേ പിടിക്കും. ആ ഇങ്ങനെ പിടിക്കും. ഓക്കെ 1 2 3 4. റിലാക്സ്. ആ ഓപ്പോസിറ്റ്. 1 2 3 4 5. റിലാക്സ്. കാല് മടക്കി വെച്ചോ. ഷെയ്ക്ക് ചെയ്തോ. ഞാൻ ചെയ്യാട്ടാ പറയണത്. ഷെയ്ക്ക് നല്ലോണം ഷെയ്ക്ക്. റിലാക്സ് ആവട്ടെ. ഓക്കെ റെഡി. ഗെറ്റ് അപ്പ്. ആ ഓക്കെ ആയില്ലേ? ഓക്കെ. ഏത് ഗെയിമൊക്കെയാണ് പരിചയപ്പെട്ടത്? Dodge goal. ഓക്കെ, ഹൂപ്സ് റിലേയും ഡോഡ്ജ് ബോളും. ഹൂപ്സ് റിലേ കളിച്ചപ്പോ നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെയാ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങള്. അത് കളിച്ച് ജയിക്കണമെങ്കിൽ സ്പീഡ് മാത്രം മതിയാ, ഓട്ടം മാത്രം മതിയാ? ആ ടീം വർക്ക് വേണം അവിടെ അല്ലെ. 2 പേര് ഒരേ സമയം ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ടീം വർക്ക് വേണം, നല്ല കോർഡിനേഷൻ വേണം ഓടുമ്പോ അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് ആ ഗെയിമിന് വേണ്ട 2 കാര്യങ്ങളാണ് ടീം വർക്കോ കോർഡിനേഷൻ. അതുപോലെ നമ്മൾ ഡോഡ്ജ് ബോൾ കളിച്ചപ്പോഴോ നമ്മുടെ സഹകരണ മനോഭാവം നമ്മൾ കണ്ടു അല്ലെ. ഒന്ന് നമ്മൾ ഇടുന്നവർക്ക് തന്നെ കിട്ടണം പന്ത് അല്ലെ. ആ പന്ത് പുറത്തേക്ക് പോയാൽ നമ്മുടെ അത്രയും സമയം പോകും. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കുട്ടികൾ വീഴുന്നത് കണ്ടു, അവരെ നമ്മളിത് പിടിച്ചെണിപ്പിച്ചു അല്ലെ, കണ്ണിനൊക്കെ പിടിച്ചെണിപ്പിച്ചു. അപ്പൊ അവിടെ നമ്മളിലുള്ള ആ സ്നേഹവും കരുണയും നമ്മുടെ ഗെയിമിലൊക്കെ ഉണ്ടാവേണ്ട കാര്യങ്ങളാണത്. ഇതൊക്കെ കുട്ടികൾക്ക് കളികളിലൂടെയാണ് വളർത്തുക അല്ലെ. ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി കളിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അല്ലെ. ചിലർ നന്നായിട്ട് പറഞ്ഞ് കളിപ്പിക്കണ്ടായിരുന്നു ബോളൊക്കെ മേടിച്ച് അല്ലെ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, ടീം വർക്ക് വേണം, കോർഡിനേഷൻ വേണം, കോപ്പറേഷൻ വേണം അല്ലെ. ഇതൊക്കെ നമുക്ക് കളികളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് തോന്നിയായിരുന്നോ? ആ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ടീമുകളാണ് ജയിച്ചത് നമ്മളിന്ന് കണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓക്കെ, എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇനി നമ്മളെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ ഈ കളികളൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് കളിക്കണം. ഓക്കെ അല്ലേ എല്ലാവരും? ആ ഓക്കെ. അപ്പൊ നമുക്ക് ബ്രേക്ക് ഓഫ് ചെയ്യാം. ആ റെഡി. ഗ്രൂപ്പ് അറ്റൻഷൻ. സ്റ്റാൻഡ് അറ്റ് ഈസ്. അറ്റൻഷൻ. ഗ്രൂപ്പ് ബ്രേക്ക് ഓഫ്.